വാർത്തകൾ വിശദമായി. കെ എം മാണിയെ NDAയിലേക്ക് ക്ഷണിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. മുന്നണി പ്രവേശത്തിൽ മാണി അനുകൂലമായ തീരുമാനം പറഞ്ഞാൽ NDA ചർച്ച ചെയ്ത് തീരുമാനിക്കും. നയങ്ങൾ അംഗീകരിച്ചാൽ ഏത് പാർട്ടിക്കും NDAയിലേക്ക് വരാം. മുന്നണി പ്രവേശനത്തിൽ അഭിപ്രായം പറയേണ്ടത് കേരള കോൺഗ്രസ് ആണെന്നും കുമ്മനം പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, NDAയുടെ കാഴ്ചപ്പാട്, സമീപനവും നയവും അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അവർ അഭിപ്രായം പറയട്ടെ. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആർക്കും അഭിപ്രായം പറയാമല്ലോ. അഭിപ്രായം പറയുന്ന സന്ദർഭത്തിൽ മാത്രമേ ചർച്ചയുടെ പ്രശ്നം ഉദിക്കുന്നു. അവർ അനുകൂലമായിട്ടാണ് പ്രതികരിക്കുന്നതെങ്കിൽ അത് സാങ്കല്പികമായ കാര്യമാണല്ലോ. അങ്ങനെ അനുകൂലമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ NDAയുടെ ഘടകകക്ഷികൾ യോഗം ചേരും, അതേക്കുറിച്ച് ചർച്ച ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഏത് സാഹചര്യത്തിൽ എപ്പോഴാണ് കുമ്മനം രാജശേഖരൻ ഇങ്ങനെ പറഞ്ഞത്? കെ എം മാണിയുമായുള്ള ചർച്ച തുടരുന്നു, പോസിറ്റീവായി മുന്നോട്ട് പോകുന്നു എന്നാണോ ഇതിന്റെ അർത്ഥമായി മനസ്സിലാക്കേണ്ടത്? സനീഷ്, തൊഴിൽ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ജോബ് ഫെയറിന്റെ ആ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായാണ് അത് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. NDA നയങ്ങൾ അംഗീകരിച്ചാൽ ഏത് പാർട്ടികൾക്കും NDAയിലേക്ക് വരാം എന്ന് പറയുന്നു. മുന്നണിയുടെ വാദികൾ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. മാണി അനുകൂലമായ ഒരു തീരുമാനം പറഞ്ഞാൽ NDA ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കും. അഭിപ്രായം ഇക്കാര്യത്തിൽ പറയേണ്ടത് കേരള കോൺഗ്രസ് ആണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും മാണിയുമായി കൂടുതൽ ചർച്ചകൾ വേണ്ടിവരും എന്ന, അല്ലെങ്കിൽ മാണിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാവുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് BJP വൃത്തങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ചും BDJസുമായുള്ള തർക്കങ്ങൾ അതിന്റെ പാരമ്യതയിൽ എത്തിയിരിക്കുന്നു. ചർച്ചകളോട് BDJS വഴങ്ങാതിരിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും കെ എം മാണിയെ മുന്നിലേക്ക് എത്തിക്കുക അതിനുള്ള ശ്രമങ്ങൾ തന്നെ നടന്നു. ഈ ചർച്ചകളോട് ഈ മാണികൾ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നന്ദി അനീഷ് വിവരങ്ങൾക്ക്. മുന്നണി പ്രവേശത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന നിലപാടാണ് കുമ്മനം രാജശേഖരൻ പുറത്തേക്ക് അറിയിക്കാൻ ശ്രമിക്കുന്നത്. മാണി അനുകൂല തീരുമാനം പറഞ്ഞാൽ ആലോചിക്കും ഇക്കാര്യത്തിൽ, പക്ഷേ തീരുമാനമെടുക്കേണ്ടത് അവർ തന്നെയാണ്. കേരള കോൺഗ്രസ് മാണി തന്നെയാണ്. നയങ്ങൾ NDAയുടെ നയങ്ങൾ അംഗീകരിച്ചാൽ ആർക്കും മുന്നണി പ്രവേശം സാധ്യമാണ്, മുന്നണിയിലേക്ക് വരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുന്നണി പ്രവേശനത്തിൽ അഭിപ്രായം പറയേണ്ടത് പക്ഷേ മാണിയാണെന്നും കുമ്മനം രാജശേഖരൻ പറയുന്നു. അനീഷ്, ഇത് കഴിഞ്ഞ ദിവസം BJP നേതാക്കൾ കെ എം മാണിയെ ചെന്ന് കണ്ടിരുന്നു. ആ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അനുകൂല നിലപാട് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ടോ? കേരള കോൺഗ്രസ് വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അനുകൂലമായ തീരുമാനം ഇനിയും കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. മുഴുവൻ മുതിർന്ന നേതാക്കളും ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാവും. എന്നാൽ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു മനസാക്ഷി വോട്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. പ്രവർത്തകർക്ക് അവരുടെ തീരുമാനങ്ങൾക്ക് ഉചിതമായ വോട്ട് ചെയ്യാം എന്ന തരത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എങ്കിലും LDFനെ പരോക്ഷമായി സഹായിക്കുക എന്നൊരു നിലപാട് മാണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. മറുവശത്ത് BJP തിരക്കിട്ട ചർച്ചകൾ തന്നെ ഒരുപക്ഷെ മാണിയെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണിയിൽ എടുത്തില്ലെങ്കിൽ പോലും മുന്നണിയോട് NDAയോട് സഹകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. അത് സംബന്ധിച്ച തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. എന്നാൽ മാണി ഇക്കാര്യത്തിൽ സ്വന്തം അഭിപ്രായം പറയട്ടെ എന്ന് തന്നെയാണ് കുമ്മനം വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നു എന്ന കാര്യം കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. സനീഷ്. നന്ദി അനീഷ് കുമാർ വിവരങ്ങൾക്ക്. ചെങ്ങന്നൂരിൽ മനസാക്ഷി വോട്ട് ചെയ്യാനും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനുമാണ് കേരള കോൺഗ്രസ് എമ്മിൽ ധാരണയായത്. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഉണ്ടാവുക. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, ചെങ്ങന്നൂരിലെ സംബന്ധിച്ച് എന്ത് നിലപാടിലേക്കാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പാർട്ടി പോയത്? BJPയുമായുള്ള ചർച്ചകൾ, നടക്കുന്ന ചർച്ചകൾ ഏതെങ്കിലും വിധത്തിൽ ഇതിന് കാരണമായിട്ടുണ്ടോ? സനീഷ്, ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30 കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേരുക. നിർണായക തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ നമുക്കറിയാം BJPയുടെ നേതാവ് PK കൃഷ്ണദാസ് കെ എം മാണി അദ്ദേഹത്തിൻ്റെ പാലായിലെ വസതിയിലെത്തി 1.5 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു ഇന്നലെ കൃഷ്ണദാസിൻ്റെ കൂടിക്കാഴ്ച. രാഷ്ട്രീയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ ചർച്ചയിൽ പ്രധാനമായും ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് മാണിയുടെ പിന്തുണ വേണമെന്ന ഒരു നിർദ്ദേശം കൃഷ്ണദാസ് മാണിക്ക് മുമ്പിൽ വെച്ചുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യും. ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ എടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയപ്പെടുന്നത് ഇന്ന് ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൽ മനസാക്ഷി വോട്ട് രേഖപ്പെടുത്തുക എന്ന തീരുമാനത്തിലേക്ക് കേരള
കോൺഗ്രസ് എത്തിപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ചെങ്ങന്നൂരിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. അവിടെ ആർക്കാണ് വിജയസാധ്യത എന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് രാഷ്ട്രീയ അന്തരീക്ഷം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മുന്നണിക്ക് പിന്തുണ നൽകിയാൽ അത് പാർട്ടിയുടെയും കൂടെ പരാജയമായി വ്യാഖ്യാനിക്കപ്പെടും. അതിനാൽ ഒരു മനസാക്ഷി വോട്ട് എന്ന നിലപാടിലേക്ക് എത്തിപ്പെടുവാനാണ് മാണിയുടെയും കൂട്ടരുടെയും തീരുമാനമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ MP വീരേന്ദ്രകുമാറിൻ്റെ വിജയം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ KM മാണിയുടെ പാർട്ടി MLA-മാരുടെ പിന്തുണയില്ലെങ്കിൽ കൂടിയും LDF-ന് വിജയിച്ചു കയറാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് അവിടെ. അപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മുന്നണിയെ പിന്തുണച്ചാൽ അത് മുന്നണി പ്രവേശമായി വ്യാഖ്യാനിക്കപ്പെടും. അതിനാൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുവാനും കേരള കോൺഗ്രസിൻ്റെ തീരുമാനമുണ്ട്. ഒരു രാഷ്ട്രീയ അടവ് നയത്തിൻ്റെ ഭാഗമായി വേണം ഇതിനെ കരുതാൻ. കാരണം ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാവുന്ന ഒരു ധ്വനി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ സമ്മർദ്ദ തന്ത്രത്തിന് തിരിച്ചടിയാവുമെന്ന ഒരു കണക്കുകൂട്ടലാണ് മാണിയും കൂട്ടരും. എന്നാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന ചിന്തയും കേരള കോൺഗ്രസിൽ ശക്തമാണ്. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇടതുപക്ഷത്തോട് സഹകരിക്കണമെന്ന നിലപാടാണ് ഉള്ളത്. എന്നാൽ PJ ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിന് എതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസാക്ഷി വോട്ട് എന്ന ഒരു തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എത്തിപ്പെടുവാനാണ് സാധ്യത. ആ ഒരു തീരുമാനങ്ങൾക്ക് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് കേന്ദ്രഭരണത്തിന്റെ വിലയിരുത്തലാകില്ലെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. BDJS-ഉമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും കണ്ണന്താനം ചെങ്ങന്നൂരിൽ പറഞ്ഞു. കഴിഞ്ഞ 3.5 വർഷമായിട്ട് എങ്ങനെ ഭരിക്കാമെന്ന് മോദി സർക്കാർ കാണിച്ചു കൊടുത്തു ഡൽഹിയിൽ. ആ നല്ല ഭരണം കേരളത്തിലും ഉണ്ടാകണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ചെങ്ങന്നൂര് ഒരു BJP-യുടെ മോദിയുടെ സ്വപ്നം കാണാൻ കഴിവുള്ള ഒരാൾ ഇവിടെ MLA ആകാമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ ചെറുപ്പക്കാർക്ക് ജോലി വേണം, ഇവിടെ കേരളം മുമ്പോട്ട് പോകണം, ചെങ്ങന്നൂർ മുമ്പോട്ട് പോകണം. അതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ BJP-യുടെ സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ശക്തമാകുന്നതിനിടെ മണ്ഡലത്തിൽ തൊഴിൽ മേളയുമായി കേന്ദ്ര സർക്കാർ. കേന്ദ്ര തൊഴിൽ മന്ത്രാലയം സംഘടിപ്പിച്ച മേളയിൽ 100 കണക്കിന് യുവാക്കളാണ് പങ്കെടുക്കുന്നത്. മേളയുടെ ഭാഗമായി സ്ഥാപിച്ച ഫ്ലക്സുകളിൽ ചെങ്ങന്നൂരിലെ BJP സ്ഥാനാർത്ഥി ശ്രീധരൻപിള്ള അടക്കമുള്ളവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയത് വിവാദമായിരുന്നു. പാകിസ്ഥാനോടുള്ള നയത്തിൽ കേന്ദ്ര സർക്കാരിനെയും BJP-യെയും വിമർശിച്ച് AICC പ്ലീനറി സമ്മേളനത്തിൽ പ്രമേയം. BJP-യുടെ പാക് നയം ദുരന്തമാണ്. വിദേശ നയത്തിൽ പ്രധാനമന്ത്രി പ്രകടിപ്പിക്കുന്നത് സ്വന്തം താൽപര്യം മാത്രമാണെന്നും വിമർശമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മറുപടി പ്രസംഗത്തോടെ AICC പ്ലീനറി സമ്മേളനം ഇന്ന് സമാപിക്കും. The continuity of India's foreign policy has been disrupted by the BJP and Modi-led government. They have made foreign policy a divisive national issue. In the last 4 years, there has not been one occasion when Prime Minister Shri Narendra Modi thought it wise to consult those who have rich experience of managing India's engagement with the world. Not even once an effort was made to repair the damage done to the national consensus. Friends, the present government and the Prime Minister have pursued a policy, foreign policy, in a cavalier manner, which is non-serious. The Prime Minister is carried away by his own propaganda. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, വിദേശകാര്യ പ്രമേയത്തിൽ ഏത് നിലക്കുള്ള വിമർശമാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഉള്ളത്? ഒപ്പം പ്ലീനറി സമ്മേളനത്തിലെ സാമ്പത്തിക പ്രമേയം എപ്പോഴാണ് അവതരിപ്പിക്കപ്പെടുക? സനീഷ്, കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതാണ് AICC പ്ലീനറി സമ്മേളനത്തിൽ അവതരിപ്പിച്ച വിദേശ നയം സംബന്ധിച്ച പ്രമേയം. ആനന്ദ് ശർമ്മയാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയത്തെ രൂക്ഷമായി കുറ്റപ്പെടുത്തുന്നു. കാരണം മുൻകാലങ്ങളിൽ ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ളവർ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലയളവിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യ സ്വീകരിച്ചിരുന്ന വിദേശ നയമായിരുന്നു. അത് രാജ്യതലത്തിൽ സംരക്ഷിക്കുന്നതായിരുന്നു. എന്നാൽ അതെല്ലാം അട്ടിമറിക്കുന്ന നിലപാടാണ് കേന്ദ്ര മാത്രവുമല്ല, പ്രധാനമന്ത്രിക്ക് സ്വന്തം താല്പര്യമാണ് വിദേശ നയത്തിൽ ഉള്ളത് എന്നുകൂടി പ്രമേയത്തിൽ വിമർശനമുണ്ട്. പാക് നയത്തെയും രൂക്ഷമായി, ഇന്ത്യ സ്വീകരിക്കുന്ന പാക് നയത്തെയും രൂക്ഷമായി വിമർശിക്കുന്നു. ഇന്ത്യയുടെ പാക് നയം ദുരന്തമാണ്. വ്യക്തമായ മാർഗരേഖ പാക് നയത്തിൽ ഇന്ത്യക്കില്ല. മാത്രവുമല്ല, പാകിസ്ഥാനോടുള്ള നയം ഇന്ത്യ ഒരു വിഭജന വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വിഭജന വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുകൂടി കുറ്റപ്പെടുത്തലുണ്ട്. മാത്രവുമല്ല, കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയം ഏകപക്ഷീയമായാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. അത്
അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രതിച്ഛായയെ നശിപ്പിച്ചു എന്ന വിമർശനം കൂടിയുണ്ട്. മേഖലയുടെ സമാധാനത്തിന് ചൈനയുമായും ഒപ്പം തന്നെ പാകിസ്ഥാനുമായുള്ള നല്ല ബന്ധം അനിവാര്യമാണെന്ന് എന്നുകൂടി പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും സർക്കാരിന്റെ വിദേശ നയത്തിൽ കാര്യമായ മാറ്റം വേണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസിന്റെ വിദേശ നയം സംബന്ധിച്ച പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ 12:15 തന്നെ സാമ്പത്തിക പ്രമേയം അവതരിപ്പിക്കും. മുൻ ധനമന്ത്രി പി ചിദംബരമാണ് ഈ പ്രമേയം മുന്നോട്ട് വയ്ക്കുക. VD സതീശൻ ഈ പ്രമേയത്തെ പിന്താങ്ങിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യും. അതിനു മുൻപായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സനീഷ്. നന്ദി രാകേഷ് വിവരങ്ങൾക്ക്. മറ്റു വാർത്തകളിലേക്ക്. കശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ ജനവാസ കേന്ദ്രത്തിന് നേരെയുണ്ടായ പാക് വെടിവെപ്പിൽ 5 തദ്ദേശീയർ കൊല്ലപ്പെട്ടു. ഒരു കുടുംബത്തിലെ 5 പേരാണ് കൊല്ലപ്പെട്ടത്. സ്ഥലത്ത് ഷെല്ലാക്രമണം തുടരുകയാണ്. വിവരങ്ങളുമായി ജെ സതീഷ് കുമാർ ചേരുന്നു. സതീഷ്, എന്താണ് ഉണ്ടായത്? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കേന്ദ്രം ഔദ്യോഗികമായി ഇതോട് പ്രതികരിച്ചിട്ടുണ്ടോ? സനീഷ്, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായി അപലപിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അതിർത്തിയിലെ വെടിവയ്പ്പിനെ. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിർത്തി ഏറെക്കുറെ ശാന്തമായിരുന്നു. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായാണ് പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള വെടിവയ്പ് അതിർത്തിയിൽ ഉണ്ടായിരിക്കുന്നത്. പൂഞ്ച് മേഖലയിലെ ബലാക്കോട്ടിലാണ് 5 നാട്ടുകാർ ഈ പാക് വെടിവയ്പിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ ഒരു കുടുംബത്തിലെ 4 പേർ, അച്ഛനും അമ്മയും അതിനൊപ്പം 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബം ഉൾപ്പെടെയുള്ളവരെയാണ് പാക് സൈന്യം വെടിവയ്പിൽ കൊലപ്പെടുത്തിയത്. എന്തായാലും നയതന്ത്ര തലത്തിൽ ഇന്ത്യ പാക് ബന്ധം വളരെ മോശമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷണറെ ഇന്ത്യ അകാരണമായി മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്നു, പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ച് ഇത്തരത്തിലുള്ള ചില പരാതികൾ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറെ ഇപ്പോൾ ഒരു യോഗത്തിന് എന്ന പേരിൽ ഇസ്ലാമാബാദിലേക്ക് വിളിച്ചിരിക്കുന്നു. എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇസ്ലാമാബാദിലേക്ക് പോയ ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷണർ ഒരുപക്ഷെ ഉടൻ മടങ്ങിയെത്തില്ല. ഈ നയതന്ത്ര ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇത് നയതന്ത്ര തലത്തിലുള്ള ഒരു വിള്ളൽ, അത് അതിർത്തിയിലും വലിയ തോതിൽ സംഘർഷത്തിന് വഴിവെക്കും എന്ന് തന്നെയാണ് സൂചന. നന്ദി സതീഷ് വിവരങ്ങൾക്ക്. CPM സംസ്ഥാന സമിതി യോഗത്തിന് തുടക്കമായി. പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെതിരെ വധഭീഷണിയുണ്ട് എന്ന പോലീസ് റിപ്പോർട്ട് യോഗത്തിൽ ചർച്ചയായേക്കും. ഇക്കാര്യത്തിൽ CPMന്റെ ഔദ്യോഗിക പ്രതികരണവും ഇന്നുണ്ടായേക്കും. G ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ്, പ്രത്യേകിച്ചും സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള സമിതി യോഗമാണിത്, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക? തീർച്ചയായും സംസ്ഥാന സമ്മേളനത്തിന് ശേഷമുള്ള ആദ്യ സംസ്ഥാന സമിതി യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പാർട്ടി കോൺഗ്രസ് വരാനിരിക്കുന്നു. അതിനു മുന്നോടിയായുള്ള നയരേഖ സംബന്ധിച്ചുള്ള ചർച്ചകൾ തന്നെ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യും. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്ന വാർത്തയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെതിരെ RSS അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നതായി എന്ന ഒരു സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് പോലീസിന്റെ പക്കൽ ഉണ്ട് എന്ന വാർത്ത. അക്കാര്യം സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയുണ്ടാകും. ഇക്കാര്യത്തിൽ എന്താണ് പ്രതികരണം എന്നുള്ളതും ഇന്ന് തന്നെ ഉണ്ടാകും. CPMന്റെ ഔദ്യോഗിക പ്രതികരണവും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേതാക്കളുടെ ആരുടെയും പ്രതികരണം ഇതുവരെയും പരസ്യ പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വിഷയത്തെ ഗൗരവമായി എടുക്കണം എന്ന അഭിപ്രായം തന്നെയാണ് നേതാക്കൾക്കിടയിൽ ഉള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് അഭിപ്രായ പ്രകടനങ്ങൾ യോഗത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനുശേഷമുള്ള അവിടുത്തെ സാഹചര്യം എങ്ങനെ, മറ്റു പാർട്ടികളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഏതു തരത്തിലാണ് വിജയിക്കാനാകുക, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യണമെന്ന കാര്യത്തിലുള്ള പ്രാഥമിക ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. മുതിർന്ന നേതാക്കൾക്ക് തന്നെ പഞ്ചായത്ത് തിരിച്ചുള്ള ചുമതല നൽകാനുള്ള തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റ് രാഷ്ട്രീയ സംഭവ വികാസങ്ങളും യോഗത്തിൽ ഉയർന്നു വന്നേക്കും. നന്ദി ശ്രീജിത്ത് വിവരങ്ങൾക്ക്. നിഷ ജോസ് കെ മാണിയുടെ പുസ്തകത്തിലെ പരാമർശത്തിനെതിരെ ഷോൺ ജോർജ് നൽകിയ പരാതി പോലീസ് തള്ളി. ഷോൺ ജോർജ് പറയുന്ന പ്രകാരം കേസെടുക്കാനാകില്ല എന്ന് പോലീസ് ഷോണിനെ അറിയിച്ചു. പോലീസ് നിർദ്ദേശപ്രകാരം കോടതിയെ സമീപിക്കുമെന്ന് ഷോൺ പ്രതികരിച്ചു. കോട്ടയത്തേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ പ്രമുഖ നേതാവിന്റെ മകൻ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന നിഷയുടെ പുസ്തകത്തിലെ പരാമർശത്തിനെതിരെയായിരുന്നു ഷോണിന്റെ പരാതി. അപമാനിക്കാൻ ശ്രമിച്ചയാളുടെ പേര് വെളിപ്പെടുത്തണമെന്ന് ഷോൺ ആവശ്യപ്പെട്ടു. തന്നെയും കുടുംബത്തെയും അപമാനിക്കാനുള്ള ശ്രമമാണ് ഇതെന്ന് കാട്ടി കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും DGPക്കും ഷോൺ പരാതി നൽകിയിരുന്നു. വാതക പൈപ്പ് ലൈൻ പദ്ധതിക്കായി പാറ പൊട്ടിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മുക്കത്ത് വീടുകൾക്ക് സാരമായ കേടുപാടുകൾ. 2 വീടുകളുടെ ചുമരുകൾ പൂർണ്ണമായും തകർന്നു. അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരത്തിനൊരുങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു.
മുക്കം നഗരസഭയിലെ മാമ്പറ്റ പുതുക്കംപുറത്ത് സത്യന്റെയും സഹോദരൻ പ്രേമന്റെയും വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. സത്യന്റെ വീടിന്റെ മുൻപിലൂടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് JCB ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെ ചെങ്കൽപ്പാളികൾ കണ്ടതോടെയാണ് പാറ പൊട്ടിക്കാൻ തുടങ്ങിയത്. ഇതിനുശേഷം സത്യന്റെ വീടിന്റെ സൺഷെയ്ഡും ചുമരും പൂർണ്ണമായും തകർന്നു. പ്രേമന്റെ വീടിന്റെ ചുമരിനും കേടുപാടുകൾ ഉണ്ടായി. കിണറിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു. വിവരം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നടപടിയുണ്ടായില്ലെന്ന് വീട്ടുകാർ പറയുന്നു. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ അത് ജയിലുകാരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഒരു റിപ്ലൈയും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഒരു ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്നവരെ ഈ പണി ഇവിടെ നിർത്തിവെക്കണം. കൂലിപ്പണിക്കാരായ ഇരുവരുടെയും വീടുപണി 2 വർഷം മുമ്പാണ് തുടങ്ങിയത്. പാറ പൊട്ടിച്ചതല്ല കേടുപാടുകൾക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിർമ്മാണ പ്രവൃത്തി അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. ഒരു വർഷത്തിനുള്ളിൽ നിർമ്മിച്ച 1-2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ തക്കമായ പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ പ്രദേശത്തെ ഗെയിലിൻ്റെ പ്രവർത്തനം തടയാനാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും തീരുമാനം. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരം ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 മുക്കം. ദേശീയപാത 66 45 മീറ്ററാക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ സർവേ നടപടികൾ നാളെ തുടങ്ങും. നിലവിലുള്ള ദേശീയപാതയിൽ നിന്നും അലൈൻമെന്റ് മാറ്റിയതിനെതിരെ പ്രതിഷേധവുമായി ചേലാമ്പ്ര മേഖലയിലുള്ളവർ രംഗത്തെത്തി. ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാകും സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കുക എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. 120 കിലോമീറ്റർ സ്പീഡിൽ കടന്നു പോയിട്ടും എന്തുകൊണ്ട് ആ പാത വന്നില്ല? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടോട്ടെ, ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടോട്ടെ. ചേലാമ്പ്ര ഇടിമുഴിക്കൽ മേഖലയിലുള്ളവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആദ്യം നിശ്ചയിച്ച അലൈൻമെന്റ് പൂർണ്ണമായും മാറ്റി ഇടിമുഴിക്കലിൽ ജനവാസ കേന്ദ്രങ്ങളെ കൂടുതൽ ബാധിക്കുന്ന വിധത്തിലാണ് പാതയ്ക്കുള്ള സ്ഥലമേറ്റെടുപ്പെന്നാണ് ആരോപണം. പഴയ അലൈൻമെന്റ് പ്രകാരം പാത നിർമ്മിച്ചാൽ 6 വാണിജ്യ സ്ഥാപനങ്ങളെയും 25 വീടുകളെയും മാത്രമാണ് ബാധിക്കുക. എന്നാൽ പുതിയ അലൈൻമെന്റ് വരുമ്പോൾ 44 വാണിജ്യ സ്ഥാപനങ്ങൾ, 70 വീടുകൾ എന്നിവ പൂർണ്ണമായും നഷ്ടപ്പെടും. മേഖലയിലെ തണ്ണീർത്തടങ്ങൾ നികത്തിയാണ് പാതയുടെ പുതിയ അലൈൻമെന്റെന്നും ഇതിനു പിന്നിൽ ചിലരുടെ രാഷ്ട്രീയ സ്വാധീനമാണെന്നും ആക്ഷേപമുണ്ട്. ആദ്യത്തെ അതായത് കൺസൾട്ടൻസി വരച്ച ഈ ജനവാസ മേഖലയിൽ കൂടി പോകുന്ന ഇതിൻ്റെ മുകളിലായിട്ടൊരു മഞ്ഞ വരയിലൊരു പ്ലാൻ വരച്ച് കേന്ദ്രത്തിലേക്ക് അയക്കാമെന്നും പറഞ്ഞ് ജില്ലാ കളക്ടർ ഒബ്ജക്ഷനോട് കൂടിയിട്ട് അയച്ചു. പക്ഷേ ഡൽഹി ചെന്ന സമയത്ത് ഈ മഞ്ഞവര വളഞ്ഞു കുത്തിയതും അടിയിൽ കൂടെ കറക്റ്റായിട്ട് പോകുന്ന പാതയും കണ്ടപ്പോൾ അത് പാസ്സായി. പക്ഷേ നേരിട്ട് ആദ്യം കൺസൾട്ടൻസി വരച്ച ഈ പാത അവർ അയച്ചതേ ഇല്ല. അത് പഞ്ചായത്ത് തലത്തിൽ തന്നെ ആ പാത മുക്കുക ചെയ്തിട്ടുള്ളത്. അതേസമയം സർവേ നടപടികൾ തിങ്കളാഴ്ച ആരംഭിക്കുമെന്നും ജനങ്ങളെ വിശ്വാസത്തിലെടുത്താകും നടപടി പൂർത്തിയാക്കുകയെന്നും ജില്ലാ കളക്ടർ അമിത് മീണ പറഞ്ഞു. അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സജഷൻ നമ്മുടെ അഭിപ്രായം അതെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. കുറ്റിപ്പുറ മേഖലയിലാണ് ആദ്യം സർവേ നടപടികൾ തുടങ്ങുക. അതേസമയം വലിയ പ്രതിഷേധം സർവേയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരാൻ സാധ്യതയുണ്ട്. ന്യൂസ് 18 മലപ്പുറം. മലപ്പുറം പാലക്കാട് ദേശീയപാത അരിപ്രയിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞു. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. ടാങ്കറിൽ നിന്നുള്ള വാതക ചോർച്ച അണക്കാൻ ശ്രമം തുടരുകയാണ്. പ്രദേശവാസികളെ മാറ്റിയിട്ടുണ്ട്. ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം വഴിതിരിച്ചുവിട്ടു. തിരൂർക്കാട് അരിപ്ര വളവ് സ്ഥിരം അപകട മേഖലയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് ബസ് കയറി 2 പേർ മരിച്ചു. ബസ്സിന് സമീപം കിടന്നുറങ്ങുകയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചത്. പ്രസാദ് ഉടുമ്പശ്ശേരി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, ആരൊക്കെയാണ് മരിച്ചത്? എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ബസ്സിന് സമീപത്ത് കിടന്നുറങ്ങുകയായിരുന്ന ആളുകളാണ് മരിച്ചതെന്ന വിവരമാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത്. പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? സനീഷ്, ഇന്ന് രാവിലെ 5 കൂടിയാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ഛത്തീസ്ഗഡ് സ്വദേശിയായ സുരേഷ് കുമാർ, ബലിറാം എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. ഇവർ കിടന്നിരുന്നത് മണ്ണാർക്കാട് കുന്തിപ്പുഴയ്ക്ക് സമീപത്തുള്ള ഒരു ഗ്രൗണ്ടിലായിരുന്നു. ഇവർ കുഴൽ നിർമ്മാണ തൊഴിലാളികളാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പുലർച്ചെ ഇവർക്ക് ജോലിക്ക് പോകേണ്ടതുണ്ടായിരുന്നു. ഈ ഗ്രൗണ്ടിനോട് സമീപത്ത് തന്നെ ബസ്സും തൊട്ടടുത്ത് ബസ് തന്നെ നിർത്തിയിരുന്നു. ഈ ബസ് രാവിലെ എടുക്കുന്ന സമയത്ത് പുറകോട്ടെടുക്കുന്ന സമയത്ത് അതിന്റെ പിൻചക്രം കയറിയാണ് 2 പേരും മരിച്ചത്. അതോടൊപ്പം ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുടെ കാലിലും ഈ ചക്രം കയറിയ അദ്ദേഹത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം, ഈ പരിക്കേറ്റ ആളുടെ വെളിപ്പെടുത്തൽ നമ്മൾ ഇന്ന് ന്യൂസ് 18നോട് അദ്ദേഹം സംസാരിച്ചിരുന്നു. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് പറയുന്നത്. കാരണം ബസ് ജീവനക്കാർ ഈ പരിക്കേറ്റ ആൾ വലിയ കരഞ്ഞിട്ട് പോലും ബസ് ജീവനക്കാർ നിർത്താതെയാണ് പോയത്. 1 മണിക്കൂറോളം നേരം അവിടെ ഗ്രൗണ്ടിൽ കിടക്കേണ്ടി വന്നിരുന്നു.
കാരണം ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ആളുകൾ, ഈ ഗ്രൗണ്ടിൽ കിടന്നിരുന്ന മറ്റാളുകൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതിനും മറ്റുമായി റൂമിലേക്ക് പോയിരുന്നു. റൂമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആണ് ഈ രണ്ടുപേരെയും മരിച്ചും പരിക്കേറ്റ ആളുകളെയും കാണുന്നത്. അതിനുശേഷം മാത്രമാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ഏറെക്കുറെ 1 മണിക്കൂറോളം നേരം അവിടെ ഗ്രൗണ്ടിൽ രക്തം വാർന്ന് കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ഇദ്ദേഹം പറയുന്നു. വലിയ ഒരു പിഴവാണ് ഈ ബസ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ബസ് ജീവനക്കാർ അങ്ങേറ്റം ദാരുണമായ സംഭവമാണല്ലോ. ഈ ബസ് ഏത് ബസ് ജീവനക്കാരെയും ബസ്സിനെയും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പോലീസ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ ഇതിനകം? സനീഷ്, അത് ഏറ്റവും ദുഃഖകരമായ കാര്യം. പോലീസും ട്രാഫിക് പോലീസും ഉൾപ്പെടെയുള്ളവർ ഈ സംഭവത്തെ വളരെ ലഘൂകരിച്ച് കാണാനാണ് ശ്രമിക്കുന്നത്. ഇതൊരു സാധാരണ അപകടം എന്ന രീതിയിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. സെന്റ് സേവിയർ എന്ന് പറയുന്ന ബസ് മണ്ണാർക്കാടിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്നതിനിടെ പോകുന്ന ബസ്സാണ്. ഇതിന്റെ ആദ്യത്തെ സർവീസ് ആയിരുന്നു രാവിലെ 5:30 മണ്ണാർക്കാട് നിന്നും അതിനുവേണ്ടിയായിരുന്നു ഈ ബസ് ഇവിടുന്ന് എടുത്തത്. പക്ഷേ ഈ ബസ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരത്ത് വെച്ച് ഈ ബസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തിലെ ഗൗരവം കുറച്ചുകൊണ്ട് ഇതിനകത്ത് നടപടികൾ കുറച്ചുകൊണ്ടുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് നമുക്ക് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ നേരത്തെ ട്രാഫിക് പോലീസിനോടും മണ്ണാർക്കാട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരുന്നു. ഏത് തരത്തിലുള്ള കേസാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സാധാരണ മോട്ടോർ വാഹനം അപകടം നടന്നതിന്റെ പേരിലുള്ള അത്തരത്തിലുള്ള ഒരു കേസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. വളരെ മനുഷ്യത്വരഹിതമായി ഇവർ രണ്ടുപേരും 3 പേർ അവിടെ മരിച്ചു കിടക്കുന്നു. ഒരാൾ നമുക്ക് ആ സമയത്ത് അവർ മരിച്ചോ എന്ന് നമുക്ക് പറയാനാവില്ല. എങ്കിൽ പോലും 2-3 പേര് അവിടെ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നു. ഒരാളുടെ കാലിലൂടെയാണ് കയറിയിട്ടുള്ളത്. ആ സമയത്തൊന്നും ജീവനക്കാർ ഒരുപക്ഷെ ആ സമയത്ത് ബസ് നിർത്തി പരിക്കേറ്റ ആളെയെങ്കിലും അല്ലെങ്കിൽ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാനോ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ പരിക്കേറ്റ ആൾക്കെങ്കിലും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനെങ്കിലും കഴിയുമായിരുന്നു. അതിനൊന്നും നിൽക്കാതെ അവർ ബസ് എടുത്ത് പോവുകയാണ് ചെയ്തത്. അവർ സർവീസ് നടത്തുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ. നന്ദി പ്രസാദ്. വിവരങ്ങൾക്ക് അങ്ങേയറ്റം ദാരുണമായ അപകടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. നിർത്തിയിട്ടിരുന്ന വാഹനം പിന്നോട്ടെടുക്കുകയായിരുന്നു. അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ, രാവിലെ ജോലിക്ക് പോകാനായി തൊഴിലാളികൾ അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. അവർക്ക് മുകളിലേക്കാണ് ബസ്സിൻ്റെ പിൻചക്രങ്ങൾ കയറി ഇറങ്ങുകയായിരുന്നു. ബസ്സുകാർക്ക് നേരെ കരഞ്ഞു വിളിച്ചിട്ടും അവർ കേൾക്കാതെ പോവുകയായിരുന്നു എന്ന ആക്ഷേപം പരിക്കേറ്റ ഒരാൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ 1 മണിക്കൂറോളം അവിടെ കിടക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം നൽകുന്ന മൊഴി. ഒരുപക്ഷെ നേരത്തെ ആ ബസ് ജീവനക്കാർ ശ്രദ്ധിച്ച് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ 2 ജീവനുകളും രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. പോലീസ് എന്നാൽ ഇതിൻ്റെ ഗൗരവത്തെ കുറച്ചു കാണുകയാണ് എന്ന ആക്ഷേപം കൂടെ അവിടെ നിന്നുണ്ടായിട്ടുണ്ട്. ബസ് പിന്നോട്ടെടുത്ത് പോകുന്നതിൻ്റെ ആ ദുഃഖകരമായ ദൃശ്യങ്ങളാണ് ആ സംഭവത്തിൻ്റെ നമ്മൾ കാണുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം തഴുതലയിൽ ATM കവർച്ച. ഇന്ത്യ 1 ATM ആണ് മോഷ്ടാക്കൾ പൊളിച്ചത്. 1 ലക്ഷത്തിനധികം രൂപ മോഷണം പോയതായി സംശയമുണ്ട്.